എനിക്ക് അതല്ല ജയറാമേണ്ട ചില ആക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചോറ് കഴിച്ച് കരഞ്ഞോണ്ടിരുന്ന് ചോറ് കഴിക്കുന്നവരുണ്ട് മീശയൊക്കെ വെച്ചിട്ട്. ഏതോ തമിഴ് സിനിമയാണെന്നാണ് എന്റെ വിശ്വാസം. ആ അതൊക്കെ ഇപ്പൊ ഭയങ്കര എനിക്ക് തോന്നുന്നു ഉത്തമൻ എന്നൊരു സിനിമയിലായിരിക്കും, അതായിരിക്കും ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റേ കണ്ണൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഹാപ്പി ഹസ്ബൻഡ്സിലെ അതെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റും കേട്ടോ. കാരണം ആ എക്സ്പ്രഷൻ ഒന്നും ആരും ഇവിടെ കണ്ടിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ഞെട്ടിട്ടൊക്കെ. ഓ മൈ ഗോഡ്, സൂപ്പർ. ട്രോളുകളൊന്നും എല്ലാം എൻജോയ് അല്ലേ? എല്ലാം എൻജോയ് ചെയ്യും. പൊന്നിയിൻ സെൽവന് മുന്നിൽ ജയറാമേണ്ണ കാണുമ്പോൾ നിയർ ടു 6 പാക്ക് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അയ്യോ, അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ നന്നായിട്ട് അലാവൈകുണ്ഠപുരം സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ചെയ്ത് 10-25 കിലോ കുറച്ചതാണ്. അപ്പോഴാണ് മണിരത്നം വിളിച്ചിട്ട് വലിയ വയറ് വേണം, ഒരു 4 മാസം സമയം തരുന്നത് പറഞ്ഞു. ആ 4 മാസത്തിനുള്ളിൽ എത്രത്തോളം ആഹാരം കഴിച്ച് എനിക്ക് വയറ് വെപ്പിക്കാൻ, ഇത്രയും വയറായിരുന്നു. പിന്നെ അത് വയറ് വരാൻ എളുപ്പമാണ്, പിന്നെ നമുക്ക് കുറയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. രാവും പകലും എത്ര ട്രെഡ്മില്ലിൽ എന്തോടിയാലും ഈ സാധനം മാത്രം കുറയില്ല. ഭയങ്കരമാണ്, ഒരുപാട് കഷ്ടപ്പെട്ടു. അതുപോലെ കുറയ്ക്കാൻ കഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും കാര്യമുണ്ടോ ജയറാമേട്ട ജീവിതത്തില്? എന്തെങ്കിലും ഒരു ശീലവോ ഇഷ്ടവോ വേണ്ടാന്ന് വെക്കാനായിട്ട് പാടുപെട്ട എന്തെങ്കിലും ഉണ്ടോ? പാടുപെട്ടത് ഒരുപാട് പാടുപെട്ട്. ഞാൻ സ്മോക്ക് ചെയ്യായിരുന്നു. എൻ്റെ മോള് ജനിച്ച സമയത്തൊക്കെ അന്ന് കാറിലൊക്കെ വലിക്കുമ്പോൾ മോളെ ഇങ്ങനെ വെച്ചിട്ട് വലിക്കരുത്, അത് അടുത്തുള്ള കുട്ടികൾക്കല്ലേ ഇതെന്ന് പറഞ്ഞിട്ട് അത് അപ്പം തൊട്ട് എനിക്കതായി പിന്നെ ഒരൊറ്റ വലിച്ചെറിഞ്ഞ് കളഞ്ഞതാണ്. പിന്നെ കുറേ ദിവസത്തേക്ക് നമുക്ക് എത്രയും സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന ആൾ നിർത്തുമ്പോൾ ഒരു വിഷമം തോന്നില്ല. പിന്നെ ഞാൻ വലിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മോൾ അടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞുകൂടി പിന്നെ ഞാൻ വലിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് എന്നെ ഞെട്ടിച്ചേട്ടോ. ഞാൻ ജയറാമേട്ടൻ എന്ന് പറഞ്ഞപ്പോ നല്ലൊരു ക്ലാസി സാരിയൊക്കെ ഉടുത്ത്. സാരിയോ? ഞാൻ ഞാൻ മുണ്ടെടുത്ത് വരുന്ന ഞാൻ ജയറാമേട്ടൻ മുണ്ട്. കാരണം ഞാൻ ചക്കിയുടെ ഇന്റർവ്യൂസ് കാണുമ്പോൾ ചക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പയ്ക്ക് മുണ്ടല്ലാതെ ഒരു ജീവിതം ഇല്ല. ഇനി സ്വിറ്റ്സർലൻഡിൽ പോയിട്ടാണെങ്കിൽ അപ്പം മുണ്ടെടുത്ത് തണുത്ത് വിറച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ലോകത്ത് എവിടെ പോയാലും എന്നെ പിള്ളേരും കളിയാക്കുന്ന കാര്യം അത്. ഈ മുണ്ട് കൊടുത്ത് കാലത്തൊരു ചന്ദനക്കുറിയും തൊട്ട് ഇങ്ങനെ ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കും. ചന്ദനക്കുറി മാത്രല്ല, എന്നും ചക്കി പറയും രാവിലെ എണീറ്റ് എന്നും കുളിക്കുകയും ചെയ്യുന്നു. എത്ര തണുപ്പാണെങ്കിലും അതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മൈനസാണ്. ഞാൻ എപ്പോഴും പോയാലും എനിക്ക് ഒരു ദിവസം 2 നേരമെങ്കിലും ഞാൻ കുളിക്കും. പറ്റിയാൽ വൈകുന്നേരം കുളിക്കാതെ കിടക്കുക എന്നുള്ളതിനെ കൂടെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഞാനും അവരുമായിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതാവുന്നത്. ഒന്ന്, ഞാൻ കാലത്ത് 6 മണിക്ക് ശേഷം ഞാൻ ബെഡിൽ കിടക്കില്ല. ഇനി അതെന്തായാലും എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. അവരാണെങ്കിൽ 12-1 മണിയല്ല വിളിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ കിടന്നുറങ്ങുന്ന ആൾക്കാരാണ്, അമ്മയും 2 മക്കളും. അപ്പോൾ ഞങ്ങൾ ഇനി എവിടെയെങ്കിലുമൊക്കെ പോയാൽ നമ്മളൊരു പുതിയ രാജ്യത്ത് പോകുമ്പോൾ പുതിയ കാഴ്ചകൾ കാണുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രഭാതം കാണുക, നടക്കാൻ പോവുക, പുതിയ കാണുക. അതിപ്പോൾ എനിക്കെന്തെങ്കിലും ഞാനൊരു കാലത്ത് തന്നെ കുളിച്ച് ഒരു മുണ്ടും മുളച്ച് കുത്തി ഞാനതിലെങ്ങാനും നടന്നിങ്ങനെ പോവും. ഇവരെണീക്കുമ്പോഴത്തേക്ക് ഒരു 12 മണിയാകുമ്പോൾ തിരിച്ചു വന്നാൽ മതിയല്ലോ. അങ്ങനെ അപ്പത്തേക്ക് ഒരു പകുതി കൺട്രി ഒക്കെ അങ്ങനെ ഒരു വലിയ തമാശ ഉണ്ടായിട്ടുണ്ട്.